ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ക്യാൻസർ രോഗം. നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആൾക്കാർ വളരെയധികം പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് എന്ത്? ക്യാൻസർ രോഗം. ഇന്ന് ഒ പികളിലൊക്കെ പല പേഷ്യൻസും എൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ഉള്ളിലൊക്കെ ഒരു ഉൾഭയം ഉണ്ടാവും, ഡോക്ടർ ഇത് ക്യാൻസറിലേക്ക് പോവോ എന്നുള്ളത്. അപ്പോൾ അത്തരക്കാരൊക്കെ പലരും പല ടെസ്റ്റുകളും ചെയ്യാൻ മടിച്ച് നിൽക്കാറുമുണ്ട്. പലപ്പോഴും പലരോടും CT MRI ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പലരും അത് ചെയ്യാറുണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാൻസറിനെ കണ്ടെത്താൻ കഴിയുന്ന കുറച്ച് ടെസ്റ്റുകളാണ് ഇന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ രക്തപരിശോധനയിലൂടെ തന്നെ നമുക്ക് ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള 5 മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ 5 ബ്ലഡ് ടെസ്റ്റുകളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ക്യാൻസറിനെ ഭയക്കാൻ കാരണം നമ്മൾ പല ആളുകളെയും 4ാമത്തെ സ്റ്റേജിൽ അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജിലൊക്കെ ഉള്ള ആളുകളായിരിക്കും കണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ ആ സ്റ്റേജിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രോഗി അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ കൂടുതലായിട്ട് ഭയപ്പെടുന്നത്, നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ഈ ഒരു ക്യാൻസർ രോഗത്തെ നേരത്തെ കണ്ടെത്തണം. നേരത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യമായിട്ടൊരവസ്ഥ. അപ്പോൾ നേരത്തെ കണ്ടെത്തി നേരത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഏത് ക്യാൻസർ രോഗവും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനെ സഹായിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റുകളും അതിൻ്റെ മാർഗ്ഗങ്ങളുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ക്യാൻസറിന് ടെസ്റ്റുകൾ ആരൊക്കെ ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ഒരു ടെസ്റ്റുകൾ, ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകൾ എല്ലാവരും എല്ലാ മാസവും ചെയ്യേണ്ട ടെസ്റ്റുകളല്ല. പ്രത്യേകിച്ച് നമ്മളൊരു ഷുഗർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ചെയ്യുന്ന പോലെ ഓരോ മാസവും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യേണ്ട ടെസ്റ്റുകളല്ല. ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാമിലിയിലെ ആർക്കെങ്കിലും ക്യാൻസർ ഉള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകളാണ് ഇന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ചില സൂചനകൾ ശരീരം കാണിച്ചു തരും, ചില ലക്ഷണങ്ങളായിട്ട് ശരീരം പുറത്തേക്ക് വിടും. അതായത് നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസർ ആണെങ്കിൽ വിട്ടുമാറാത്ത ചുമ വരാറുണ്ട്. അതുപോലെ തന്നെ ശരീരം മെലിഞ്ഞ് വരിക. മറ്റ് ക്യാൻസറുകളിൽ വിശപ്പില്ലായ്മ വരാം, അല്ലെങ്കിൽ രക്തം കാണാം, പ്രത്യേകിച്ച് മലത്തിൽ അല്ലെങ്കിൽ മൂത്രസംബന്ധമായിട്ടാണെങ്കിൽ മൂത്രത്തിൽ ബ്ലഡ് കാണാം, അല്ലെങ്കിൽ വേറെ ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകളായിട്ട് വരും, ആ മുഴകൾ പെട്ടെന്ന് വലുതാവുന്നുണ്ടാവും. ഇത്തരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഈ ക്യാൻസർ രോഗികളിൽ ശരീരം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട ടെസ്റ്റുകളാണ് ഇന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് ക്യാൻസർ രോഗി അല്ലെങ്കിൽ ക്യാൻസർ ആവാൻ ചാൻസ് ഉള്ള ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റ് അല്ല. നമുക്ക് ഈ ടെസ്റ്റുകൾ കൊണ്ട് എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ നമുക്കിതിനെ നേരത്തെ കണ്ടെത്താൻ പറ്റും. ക്യാൻസറിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഇത് ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് മറ്റ് ടെസ്റ്റുകളും സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ തുടക്കത്തിലേ നമുക്കൊരു രോഗി എന്ന നിലയിൽ അല്ലെങ്കിൽ ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് നിർദ്ദേശിക്കാവുന്ന ടെസ്റ്റുകളാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സ്ത്രീകളിലൊക്കെ ഇന്ന് വളരെയധികം ചെയ്യിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ് CA-125. CA-125 എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളിൽ ഓവേറിയൻ ക്യാൻസർ ഉള്ള ആളുകളിലാണ് ഇത് വളരെയധികം കൂടുന്നത്. സാധാരണ 35ഒക്കെയാണ് ഇതിൻ്റെ നോർമൽ ലെവല്. ചില കണ്ടീഷനിൽ പ്രത്യേകിച്ച് ഫൈബ്രോയിഡ് പോലെ അല്ലെങ്കിൽ ഇൻഫെക്ഷനുള്ള കേസുകളിലൊക്കെ അത് ചെറുതായിട്ടൊന്ന് കൂടും. പക്ഷെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓവേറിയൻ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ടും കാണാറുണ്ട്. ചില കേസുകളിൽ സർജറി കഴിഞ്ഞിട്ടും ഈ CA-125 കൂടുതലായിട്ട് കാണാറുണ്ട്. അതിനർത്ഥം ഇത് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി പുരുഷന്മാരിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് PSA ടെസ്റ്റ്. ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമൊക്കെ ഉള്ള ആളുകളിൽ നമ്മൾ ചെയ്യിപ്പിക്കാറുള്ള ഒന്നാണ് PSA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ്. സാധാരണ 4 വരെയൊക്കെയാണ് നോർമൽ റേഞ്ച് കാണിക്കാറുള്ളത്. പക്ഷേ ക്യാൻസർ ആവാൻ സാധ്യതയുള്ള ആളുകളിൽ അത് 10, 15, 20, 30 വരെയൊക്കെ എത്തി നിൽക്കാറുണ്ട്. സാധാരണ ചെറിയൊരു കൂടുതൽ കാണിക്കുന്നത് പ്രോസ്റ്റേറ്റ് വീക്കമുള്ള ആളുകളിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിലും PSA കൂടാം. പക്ഷേ വളരെ ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു സൂചന തന്നെയാണ്. ഇനി നമ്മൾ പൊതുവെ ആളുകളിൽ ഒരു 30-40 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ചെയ്യിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ് CA-19.9, അതായത് 19.9 എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കർ ഉണ്ട്. അത് പൊതുവേ നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളത് ലിവർ ക്യാൻസർ ഉള്ള കേസുകളിൽ, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ പിത്താശയവുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസർ അല്ലെങ്കിൽ പാങ്ക്രിയാസുമായി ബന്ധപ്പെട്ട ക്യാൻസറൊക്കെ സൂചന കിട്ടുന്നുണ്ടെങ്കിൽ ഈ CA-19.9 ചെയ്യിപ്പിക്കാറുണ്ട്.
അതിൻ്റെ ഒരു നോർമൽ ലെവൽ എന്ന് പറയുന്നത് ഒരു 36-37 റേഞ്ചിലാണ്. ചെറുതായിട്ട് നമുക്ക് മഞ്ഞപ്പിത്തമുള്ള കേസുകളിലൊക്കെ ചെറുതായിട്ട് ഈ CA 19.9 കൂടാം. പക്ഷെ വളരെ ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻസറിൻ്റെ സൂചനയായിട്ട് നമുക്കത് കണക്കാക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് CEA, കാർസിനോ എംബ്രിയോജനിക് ആൻറ്റിജൻ എന്ന് പറയും. ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മൾ കൊളോറെക്ടൽ ക്യാൻസറുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ കുടൽ സംബന്ധമായിട്ട് അസുഖമുള്ള ആളുകൾ നമുക്കൊരു ക്യാൻസറിൻ്റെ ഒരു സൂചന ക്ലൂ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് ആളുകളിൽ പൈൽസ് സംബന്ധമായിട്ട് ബ്ലീഡിങ് കാണാം, ഫിഷർ സംബന്ധമായിട്ടൊക്കെ ബ്ലീഡിങ് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളിലൊക്കെ ഇത് ബ്ലീഡിങ് പൈൽസ് കാരണമാണോ അല്ലെങ്കിൽ ക്യാൻസർ കാരണമാണോ എന്നൊക്കെ അറിയാൻ നമ്മൾ ഒരിക്കലെങ്കിലും നിർദ്ദേശിക്കുന്ന ഒരു ടെസ്റ്റാണ് CEA. സാധാരണ അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു 3 താഴെയൊക്കെയാണ് സാധാരണ അതിൻ്റെ ലെവൽ കാണിക്കാറുള്ളത്. വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാൻസറിലേക്കുള്ള ഒരു സൂചനയാണ്. അതുപോലെ തന്നെ ചില കേസുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ കുടലിൽ വരുന്ന ഇൻഫെക്ഷൻസ്, IBD, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലെയുള്ള ചെറിയ നീർക്കെട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത് ചെറുതായിട്ട് കൂടാറുണ്ട്. അത് പ്രശ്നക്കാരനല്ല. ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആൽഫ ഫീറ്റോപ്രോട്ടീൻ. ആൽഫ ഫീറ്റോൺ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവർ സംബന്ധമായിട്ട് ക്യാൻസർ ഉള്ള ആളുകൾക്ക് നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ബ്ലഡിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ആൽഫ ഫീറ്റോപ്രോട്ടീൻ സാധാരണ ഒരു 10 താഴെയാണ് കണ്ടുവരുന്നത്. ഈ ക്യാൻസർ ഉള്ള കേസുകളിൽ ഒരു 1000 മുകളിൽ വരെ ഇത് കാണാറുണ്ട്. പിന്നെ ചെയ്യുന്നതാണ് ബീറ്റ HCG. ബീറ്റ HCG നമുക്കറിയാം പ്രഗ്നൻസിയിലുള്ള ആളുകൾക്ക് നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു ഹോർമോണാണ്. ഇത് പ്രഗ്നൻ്റ് അല്ലാത്ത ആളുകളിൽ കൂടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ലേഡീസിൽ ഓവറിയൻ ക്യാൻസർ ഉള്ള ആളുകളിലും ഈ ബീറ്റ HCG കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസർ ഉള്ള ആളുകളിൽ തൈറോഗ്ലോബുലിൻ അല്ലെങ്കിൽ തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. ഇതിലും ചില കേസുകൾ തൈറോയ്ഡ് സർജറി കഴിഞ്ഞ ആളുകളിലും ഇത് കൂടി വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ ഒരു അസുഖത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ്. ഇത്തരത്തിൽ ഒരുപാട് ടെസ്റ്റുകൾ, പ്രത്യേകിച്ച് ഒരു 5-6 ടെസ്റ്റുകൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ടെസ്റ്റുകൾ നമ്മൾ ഇത്തരം ക്ലൂ കിട്ടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സംശയമുള്ള ആളുകളിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നിങ്ങളും ഇത് കൃത്യമായിട്ട് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഒരിക്കലെങ്കിലും ഇതൊരു ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ഇത് ചെയ്യാവുന്നതുമാണ്. പലപ്പോഴും നമ്മളൊരു 40-45 വയസ്സ് കഴിഞ്ഞുള്ള ആളുകളിലൊക്കെ ഈ CA 19.9 CEA ഒക്കെ ഒരിക്കൽ ചെയ്യിപ്പിക്കാറുണ്ട്. ഇനി പുരുഷന്മാരാണെങ്കിൽ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ PSA ചെയ്യിപ്പിക്കാറുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ CA 125 പ്രത്യേകം ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളല്ല. പക്ഷേ നമുക്ക് ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയ കേസൊക്കെ ആണെങ്കിൽ ഇത് ചെയ്യിപ്പിക്കാറുണ്ട്. എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് ലക്ഷണങ്ങളും ശരീരം കാണിച്ചു തരുന്നുണ്ട്. ഒരു ക്യാൻസറിൻ്റെ തുടക്കത്തിൽ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരം മെലിച്ചിൽ വരിക, അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് വരിക, മൂത്രത്തിൽ മറ്റ് നിറവ്യത്യാസങ്ങൾ വരിക, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തരുന്നുണ്ട്. ആ ലക്ഷണങ്ങളും കൂടെ ആളുകൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ CA 125 ഒക്കെ ടെസ്റ്റ് ചെയ്ത ഒരു ലേഡി ആണെങ്കിൽ, അല്ലെങ്കിൽ PSA ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങളുടെ അതിൻ്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇത് പ്രശ്നക്കാരനാണോ അല്ലയോ എന്ന് നമ്മൾ കമൻറ്റ് നോക്കിയിട്ട് നമ്മൾ സമയത്തിനനുസരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ നേരത്തെ ടെസ്റ്റുകൾ ചെയ്ത് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ എന്നല്ല പൂർണ്ണമായിട്ടും ഈ ക്യാൻസർ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു അവസ്ഥ. അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുക, നല്ല ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുക, എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക, പുറമേ നിന്നുള്ള പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകളുടെയൊക്കെ ഉപയോഗം പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക. ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്താനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളും കൂടെ വരുത്തി കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു അസുഖത്തെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടു കൂടെ ഇരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് നേരത്തെ കണ്ടെത്തി അസുഖത്തെ മാറ്റിയെടുക്കാനും കൂടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ക്യാൻസർ എന്ന രോഗം ഇന്ന് നമ്മളെല്ലാവരും ഭയക്കുന്ന രോഗമാണ്. ആ രോഗത്തെ നമ്മൾ ഭയക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.